നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലക്നൗ, മൈസൂർ, നാഗ്പൂർ, തൃശ്ശൂർ. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂരിലാണ്. നാഷണൽ സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹൈദരാബാദ്, ഉദയ്പൂർ, കാവൽപൂർ, ധൻബാദ്. ധൻബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളം, ഹരിദ്വാർ, ബാംഗ്ലൂർ, കൊണാർക്ക്. എവിടെയാണ് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? കൊണാർക്കിലാണ് സൂര്യക്ഷേത്രം. ആദ്യത്തെ ഇന്ത്യൻ സർവകലാശാല 1857 സ്ഥാപിതമായത് എവിടെയായിരുന്നു? കൊൽക്കത്ത, മുംബൈ, ബീഹാർ, ചെന്നൈ. ചെന്നൈയിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉണങ്ങിയ പാറ സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത, കൊച്ചിൻ, മർമുഗാവോ, ഡൽഹി. മർമുഗാവോയിലാണ്. വിസ്തീർണം അനുസരിച്ച് ഏറ്റവും വലിയ ഇന്ത്യൻ സംസ്ഥാനം? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. വിസ്തീർണം അനുസരിച്ച് രാജസ്ഥാനാണ് ഏറ്റവും വലിയ സംസ്ഥാനം. ലോട്ടിലെ ഏറ്റവും പഴയ സ്മാരകം ഏതാണ്? താജ്മഹൽ, ഗജൂറ, അജന്ത ഗുഹകൾ, കുത്തബ് മിനാർ. അജന്ത ഗുഹകളാണ് ശരിയായ ഉത്തരം. സോവിയറ്റ് കോസ്മോഡ്രോമിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഇന്ത്യൻ ഉപഗ്രഹം? ആര്യഭട്ട, രോഹിണി, ഭാരത്, ഭാസ്കര. ആദ്യത്തെ ഇന്ത്യൻ ഉപഗ്രഹം ആര്യഭട്ടയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ? അപ്സര, വിപുല, ഹർഷ, ധ്രുവ. ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സരയായിരുന്നു. US-ൽ ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജനായ വ്യക്തി? ഋതി ദേശായി, RC ഭരദ്വാജ്, ബസവ രാജേശ്വരി, PA സാക്മ. ഋതി ദേശായിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മിൻറ്റ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നാസിക്. ഏറ്റവും വലിയ മിൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ബീജാപ്പൂർ ഏതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ഗോമതേശ്വര പ്രതിമ, കനത്ത മഴ, കടുത്ത വരൾച്ച, ഗോൾ ഗുംബാസ്. ഗോൾ ഗുംബാസ് പേരിൽ അറിയപ്പെടുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈദരാബാദ്, ഗാന്ധിനഗർ, കേരളം, ബാംഗ്ലൂർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. എന്താണ് മാണ്ഡി ഹൗസ് എന്നത്? ദൂരദർശൻ ഡയറക്ടർ ജനറലിൻ്റെ ഓഫീസ്, ദൂരദർശൻ CPC, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, NFDCയുടെ ഓഫീസ്. ദൂരദർശൻ ഡയറക്ടർ ജനറലുടെ ഓഫീസ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്, ബാംഗ്ലൂർ, പന്ത് നഗർ, ചെന്നൈ. ഹൈദരാബാദാണ്. സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്, ന്യൂഡൽഹി, ജയ്പൂർ, പട്ന. ഹൈദരാബാദിലാണ്. റെയിൽവേ സ്റ്റാഫ് കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി, വഡോദര, അലഹാബാദ്, പൂനെ. റെയിൽവേ സ്റ്റാഫ് കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വഡോദരയിലാണ്. പ്രശസ്തമായ ദിൽവാര ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ദിൽവാര ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്.
വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി സ്ഥിതി ചെയ്യുന്നത് കുളു, ഷിംല, ഡൽഹി, ഡെറാഡൂൺ. വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ലോകപ്രശസ്തമായ ഖജുരാഹോ ശില്പങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ, ഗുജറാത്ത്. ഖജുരാഹോ ശില്പങ്ങൾ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ്, ഹൈദരാബാദ്, ഡെറാഡൂൺ, ബാംഗ്ലൂർ. പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചെന്നൈ, തിരുവനന്തപുരം, ശ്രീഹരിക്കോട്ട, പൂനെ. തിരുവനന്തപുരം ജില്ലയിലാണ്. പ്രശസ്തമായ റോക്ക് ഗാർഡൻ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചണ്ഡീഗഡ്, സിംല, ലക്നൗ, ജയ്പൂർ. റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ്. സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്? ബീജാപ്പൂർ, വാരണാസി, ഭോപ്പാൽ, ഗയ. ഭോപ്പാലിലാണ്. ഇന്ത്യൻ ക്യാൻസർ ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ന്യൂഡൽഹി. ഇന്ത്യൻ ക്യാൻസർ ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. കാറ്റുള്ള നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ചിക്കാഗോ, മ്യാൻമാർ, പോളണ്ട്, ഇറ്റലി. കാറ്റുള്ള നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് ചിക്കാഗോ. ബ്രസീലിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്, ബ്രിട്ടീഷ്, പോർച്ചുഗീസ്, ഇറ്റാലിയൻ. ബ്രസീലിൻ്റെ ഔദ്യോഗിക ഭാഷ പോർച്ചുഗീസാണ്. മാൻഹട്ടനിൽ ഏത് തരം മദ്യമാണ് കാണപ്പെടുന്നത്? വിസ്കി, ബ്രാൻഡി, റം, അറക്ക്. മാൻഹട്ടനിൽ ഏത് തരം മദ്യമാണ് കാണപ്പെടുന്നത്? വിസ്കി. 14-ാം നൂറ്റാണ്ടിൽ ഏത് രാജ്യത്താണ് നവോത്ഥാനം ആരംഭിച്ചത്? നോർവേ, സ്പെയിൻ, പേർഷ്യ, ഇറ്റലി. ഇറ്റലിയിലായിരുന്നു. ലോകത്ത് എത്ര സമയമേഖലകളാണ് ഉള്ളത്? 20, 24 സമയമേഖലകൾ, 21, 27 സമയമേഖലകൾ. ലോകത്ത് 24 സമയമേഖലകളാണുള്ളത്. ടിക്ടോക്ക് ആരംഭിച്ച വർഷം ഏത്? 2016, 2018, 2017, 2019. ടിക്ടോക്ക് ആരംഭിച്ചത് 2017 ക്യൂരിയസ് ജോർജ് എവിടെയാണ് താമസിക്കുന്നത്? കാനഡ, ന്യൂയോർക്ക്, വെനീസ്, ജപ്പാൻ. ക്യൂരിയസ് ജോർജ് താമസിക്കുന്നത് ന്യൂയോർക്കിലാണ്. ഹലോ കിറ്റിയുടെ വളർത്തുപൂച്ചയുടെ പേരെന്താണ്? കിറ്റോ, ജൂലി, ചാർമി, പോപ്പി. ഹലോ കിറ്റിയുടെ വളർത്തുപൂച്ചയുടെ പേരാണ് ചാർമി. വൈദ്യുത ജോലികളിൽ സാധാരണയായി ഏത് വയറാണ് ചൂടുള്ള വയർ? നീല, വെള്ള, ചുവപ്പ്, കറുപ്പ്. ചൂടുള്ള വയർ കറുപ്പാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 17ാമത്തെ അക്ഷരം ഏതാണ്? എം, എഫ്, ഒ, ഡബ്ല്യു. 17ാമത്തെ അക്ഷരം എഫ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? എത്യോപ്യ, ബ്രസീൽ, കൊളംബിയ, വിയറ്റ്നാം. കാപ്പി ഏറ്റവും കൂടുതൽ ബ്രസീലിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരം ഏത്? ബോസ്റ്റൺ, ചിക്കാഗോ, ന്യൂയോർക്ക് സിറ്റി,
ലോസ് ഏഞ്ചലസ്. ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരം ന്യൂയോർക്ക് സിറ്റിയാണ്. മാലിദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രമാണ് ശരിയായ ഉത്തരം. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ഗുജറാത്തിലാണ്. ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങൾ ഉള്ള US സംസ്ഥാനം ഏത്? വാഷിങ്ടൺ, കാലിഫോർണിയ, അലാസ്ക, ഹവായ്. അലാസ്കയിലാണ്. പൗരസ്ത്യ ദേശത്തിൻ്റെ മുത്ത് എന്നും അറിയപ്പെടുന്ന നഗരം ഏത്? ഹോങ്കോങ്, ഷാങ്ഹായ്, മനില, ബാങ്കോങ്. ഹോങ്കോങ് ആണ് ശരിയായ ഉത്തരം. ഗ്രേറ്റ് വിക്ടോറിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന രാജ്യം? ചിലി, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്. ഗ്രേറ്റ് വിക്ടോറിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. ഗ്രാൻഡ് കാനണിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കൊളംബിയ നദി, റിയോ ഗാർഡ, കൊളറാഡോ നദി, മിസിസിപ്പി നദി. കൊളറാഡോ നദിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏത്? ഇഗ്വാസു വെള്ളച്ചാട്ടം, വിക്ടോറിയ വെള്ളച്ചാട്ടം, ഏഞ്ചൽ വെള്ളച്ചാട്ടം, നയാഗ്ര വെള്ളച്ചാട്ടം. ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏഞ്ചൽ വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? ലഡാക്ക് മരുഭൂമി, റാൻ ഓഫ് കച്ച്, താർ മരുഭൂമി, ഡക്കാൻ പീഠഭൂമി. ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ്. പ്രീ പ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഏതു ഭാഗത്താണ് ഒരു കുഞ്ഞ് സാധാരണയായി വികസിക്കുന്നത്? ഫലോപ്പിയൻ ട്യൂബ്, ഇസ്തമസ്, ഇൻഡഫലിഫുലം, ഗർഭപാത്രം. ഗർഭപാത്രത്തിലാണ്. ആദ്യത്തെ ക്ലോൺ ചെയ്ത മൃഗത്തിൻ്റെ പേരെന്തായിരുന്നു? ഡോൺ, ക്ലാര, മിസി, പൂപ്പോ. ആദ്യത്തെ ക്ലോൺ ചെയ്ത മൃഗത്തിൻ്റെ പേര് ഡോൺ എന്നായിരുന്നു. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത്? ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. താജ്മഹൽ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജയ്പൂർ, ആഗ്ര, മുംബൈ, ഡൽഹി. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. ശീതീകരിച്ച ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത്? ആഫ്രിക്ക, റഷ്യ, യൂറോപ്പ്, അന്റാർട്ടിക്ക. ശീതീകരിച്ച ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. വിസ്തീർണം അനുസരിച്ച് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ബൈക്കൽ തടാകം, മിഷിഗൺ തടാകം, വിക്ടോറിയ തടാകം, സുപ്പീരിയർ തടാകം. സുപ്പീരിയർ തടാകമാണ് ശരിയായ ഉത്തരം. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള മരുഭൂമി ഏതാണ്? ആർട്ടിക് മരുഭൂമി, അന്റാർട്ടിക്ക മരുഭൂമി, അറ്റക്കാമ, ഗോബി. ഏറ്റവും തണുപ്പുള്ള മരുഭൂമിയാണ് അന്റാർട്ടിക്ക മരുഭൂമി. യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏത്? ഹോർമുസ് കടലിടുക്ക്, ബെറിങ് കടലിടുക്ക്, ബോസ്പോറസ് കടലിടുക്ക്, ജിബ്രാൾട്ടർ കടലിടുക്ക്. ബോസ്പോറസ് കടലിടുക്കാണ് ശരിയായ ഉത്തരം. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏത്? ബ്രസീൽ, കൊളംബിയ, അർജൻറ്റീന, ചിലി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. അമേരിക്കയിൽ നദികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന നദി ഏത്? യാങ്സി, നൈൽ, മിസിസിപ്പി, ആമസോൺ. മിസിസിപ്പിയാണ് ശരിയായ ഉത്തരം.
ഇൻസുലിൻ കൊണ്ട് ചികിത്സിച്ചു മാറ്റാവുന്ന രോഗം ഏത്? ഹൃദ്രോഗം, പ്രമേഹം, കൊളസ്ട്രോൾ, ക്യാൻസർ. ഇൻസുലിൻ കൊണ്ട് ചികിത്സിച്ചു മാറ്റാവുന്ന രോഗമാണ് പ്രമേഹം. ഒരു രാജ്യസഭാംഗത്തിൻ്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 4 വർഷം, 5 വർഷം, 6 വർഷം, 7 വർഷം. രാജ്യസഭാംഗത്തിൻ്റെ ഔദ്യോഗിക കാലാവധി 6 വർഷം വരെയാണ്. മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര? 13, 23, 33, 43. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 ആണ്. വാതപ്പനി മൂലം തകരാറിലാകുന്ന ശരീരഭാഗം ഏത്? ഹൃദയം, വൃക്ക, ശ്വാസകോശം, കരൾ. വാതപ്പനി മൂലം തകരാറിലാകുന്ന ശരീരഭാഗമാണ് കരൾ. കഴുകന്മാരുടെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഏത്? ആസ്ട്രേലിയ, അൾബേനിയ, ബെലാറസ്, ഭൂട്ടാൻ. കഴുകന്മാരുടെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമാണ് അൾബേനിയ. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗംഗ, യമുന, ബ്രഹ്മപുത്ര, നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഹൈപ്പർമെട്രോപ്പിയ ഏത് രോഗത്തിൻ്റെ ശാസ്ത്രനാമമാണ്? വെള്ളെഴുത്ത്, മാലക്കണ്ണ്, നിശാന്തത, വന്ധ്യത. ഹൈപ്പർമെട്രോപ്പിയ എന്നത് വെള്ളെഴുത്തിൻ്റെ ശാസ്ത്രനാമമാണ്. ഏറ്റവും ചെറിയ മുട്ടകൾ ഇടുന്ന പക്ഷി ഏത്? കാക്ക, പൊന്മാൻ, കുരുവി, ഹമ്മിങ് ബേർഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ മുട്ടകൾ ഹമ്മിങ് ബേർഡാണ് ഇടുന്നത്. ഏറ്റവും കൂടുതൽ മാർബിൾ കാണുന്ന രാജ്യം ഏത്? ഇറ്റലി, ഇന്ത്യ, ചൈന, ജപ്പാൻ. ഏറ്റവും കൂടുതൽ മാർബിൾ കാണുന്ന രാജ്യമാണ് ജപ്പാൻ. ഞണ്ടിൻ്റെ പല്ലുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തലയിൽ, കാലിൽ, വയറിൽ, നെഞ്ചിൽ. ഞണ്ടുകളുടെ പല്ലുകൾ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വയറിലാണ്. ഒരു ചെസ് ബോർഡിൽ എത്ര കളങ്ങളാണ് ഉള്ളത്? 64 കളങ്ങൾ, 70, 80 കളങ്ങൾ, 94. ഒരു ചെസ് ബോർഡിൽ 64 കളങ്ങളാണ് ഉള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൃത്രിമ നിർമ്മിത ഇന്ധനം ഏത്? വിറക്, കൽക്കരി, പ്രകൃതിവാതകം ഇവയൊന്നുമല്ല. വിറക്, കൽക്കരി, പ്രകൃതിവാതകം ഇവ കൃത്രിമ നിർമ്മിത ഇന്ധനങ്ങൾ അല്ല. ടൈഫോയിഡിന് കാരണം എന്ത്? ജലമലിനീകരണം, ഭക്ഷ്യവിഷബാധ, വായുമലിനീകരണം, ദൈവകോപം. ടൈഫോയിഡിന് കാരണം ജലമലിനീകരണമാണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജപ്പാൻ, ചൈന, അമേരിക്ക, വാഷിങ്ടൺ DC. വാഷിങ്ടൺ DCയിലാണ്. ആകാശത്തിലെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജോഹന്നാൻ കെപ്ലർ, ജെയിംസ് ചാഡ്വിക്ക്, JJ തോംസൺ, ഫെഡറിക്. ജോഹന്നാസ് കെപ്ലർ. ഏറ്റവും ലളിതമായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏത്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, കാർബൺ 12. ഏറ്റവും ലളിതമായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. ശരീരവേദന ഏറ്റവും കുറവുള്ള ജീവി ഏത്? മീനുകൾ, പശു,
പാമ്പ്, പരുന്ത്. ശരീരവേദന ഏറ്റവും കുറവുള്ള ജീവിയാണ് മീനുകൾ. ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല ഏത്? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ, വയനാട്. ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ലയാണ് പാലക്കാട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? സച്ചിൻ ടെണ്ടുൽക്കർ, സുനിൽ ഗവാസ്കർ, അനിൽ കുംബ്ലെ, ലാല അമർനാഥ്. ലാല അമർനാഥാണ്. റോട്ടറി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള ദിനപത്രം ഏത്? രാജ്യസമാചാരം, പൗരധ്വനി, ദീപിക, മലയാള രാജ്യം. മലയാള രാജ്യമാണ് ശരിയായ ഉത്തരം. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാര്? ചട്ടമ്പി സ്വാമികൾ, ഡോക്ടർ കെ പൽപ്പു, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ശ്രീനാരായണ ഗുരു ആയിരുന്നു. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്ര? 300 സെൻറ്റിമീറ്റർ, 400 സെൻറ്റിമീറ്റർ, 500 സെൻറ്റിമീറ്റർ, 600 സെൻറ്റിമീറ്റർ. 300 സെൻറ്റിമീറ്റർ വരെയാണ്. മുസ്ലിം തൊപ്പികൾക്ക് പേരുകേട്ട കാസർകോട്ടെ പ്രദേശമേത്? തലങ്കര, മാടത്തുമല, പീലിക്കോട്, ചീമേനി. മുസ്ലിം തൊപ്പികൾക്ക് പേരുകേട്ട കാസർകോട്ടെ പ്രദേശമാണ് തലങ്കര. മാർക്കറ്റിൽ ഏറ്റവും കുറവ് വിഷപദാർത്ഥങ്ങൾ ചേർക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത്? മുട്ട, ഇറച്ചി, മീൻ, അരി. മുട്ടയിലാണ്. പൗരന്മാർക്ക് മാനുഷിക മൂല്യങ്ങൾ ഏറ്റവും കുറവ് കൊടുക്കുന്ന രാജ്യം ഏതാണ്? ഉത്തര കൊറിയ, സൗത്ത് ആഫ്രിക്ക, ചൈന, പേർഷ്യ. ഉത്തര കൊറിയയാണ് ശരിയായ ഉത്തരം. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ജി ശങ്കരക്കുറുപ്പ്, ഇടശ്ശേരി, തകഴി ശിവശങ്കരപ്പിള്ള, എം ഡി വാസുദേവൻ നായർ. എം ഡി വാസുദേവൻ നായരാണ് ശരിയായ ഉത്തരം. ലോകത്തിലെ ഏറ്റവും വലിയ വനപ്രദേശം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തര റഷ്യ, ജപ്പാൻ, നേപ്പാൾ, ക്യൂബ. ഉത്തര റഷ്യയാണ് ശരിയായ ഉത്തരം. ഭൂരിഭാഗം ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ടാകുന്ന പ്രധാന വില്ലൻ ആര്? മുട്ട, ബീഫ്, മധുരം, ഉപ്പ്. മധുരമാണ്. വിറ്റാമിൻ സിയുടെ രാസനാമം എന്ത്? അസ്കോർബിക്, അൽനിക്ക, കാൽസിഫെറോൺ. ഇവയൊന്നുമല്ല. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് എന്നാണ്. പക്ഷാഘാതത്തിന് കാരണമായ തകരാറ് സംഭവിക്കുന്ന ശരീരഭാഗം ഏത്? തലച്ചോർ, ഹൃദയം, കൈകാലുകൾ. ഇവയൊന്നുമല്ല. തലച്ചോറിലാണ്. തീമഴ പെയ്യുന്ന ഗ്രഹം ഏത്? സൗരയൂഥത്തിൽ തീമഴ പെയ്യുന്ന ഗ്രഹം ഏത്? ശുക്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം. വ്യാഴമാണ് ശരിയായ ഉത്തരം. 26 പല്ലുകളുള്ള ജീവി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ 26 പല്ലുകളുള്ള ജീവി. ആന, പശു, ഒട്ടകം, മനുഷ്യൻ. ആനയ്ക്കാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? പറക്കും തവള, റാക്കൂൺ, വവ്വാൽ, ഞാൺ. പറക്കും തവളയാണ്. ലൂസിഫറിൻ എന്ന രാസവസ്തു ഉപയോഗിച്ച് പ്രകാശം പുറപ്പെടുവിക്കുന്ന ഷഡ്പദം ഏത്? തേനീച്ച, കടന്നൽ, മിന്നാമിനുങ്ങ്, ചിത്രശലഭം. മിന്നാമിനുങ്ങാണ്. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്ക്, ടോക്കിയോ, കോസ്റ്റാറിക്ക, ദക്ഷിണ സുഡാൻ.
കോസ്റ്റാറിക്കയിലാണ്. ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഭക്ഷണമേത്? ക്യാബേജ്, പപ്പായ, വാൾനട്ട്, സവാള. വാൾനട്ടാണ് ശരിയായ ഉത്തരം. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട രൂപപ്പെടുന്ന രോഗമേത്? ഹീമോഫീലിയ, രക്താർബുദം, സെറിബ്രൽ ത്രോംബോസിസ്. സെറിബ്രൽ ത്രോംബോസിസ് ആണ് ശരിയായ ഉത്തരം. പാമ്പുകളെ ഭക്ഷണമാക്കുന്ന പ്രാണിവർഗമേത്? കടന്നൽ, ചീവീട്, പൂമ്പാറ്റ, പച്ചത്തുള്ളൻ. പച്ചത്തുള്ളനാണ് ശരിയായ ഉത്തരം. വിനയം കൂടുതലുള്ള സ്ത്രീയുടെ മുലയുടെ വലിപ്പം എങ്ങനെ? ചെറുതായിരിക്കും, ഇടത്തരം, വലുതായിരിക്കും, തൂങ്ങിയതായിരിക്കും. വിനയം കൂടുതലുള്ള സ്ത്രീയുടെ മുല വലുതായിരിക്കും.